പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ അമ്മയും കർമ്മൽ മലയുടെ അലങ്കാരവുമായ പരിശുദ്ധ കർമ്മൽ മറിയത്തെപ്പറ്റി നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം. പരിശുദ്ധ മറിയത്തെ നാം അനേകം നാമങ്ങളിൽ വിളിക്കാറുണ്ട്. എന്നാൽ കർമ്മൽ മാതാവ് എന്ന നാമത്തിന് സഭയുടെ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമാണുള്ളത്. ഇസ്രായേലിലെ കർമ്മൽ മലയിൽ വസിച്ചിരുന്ന ആ സന്യാസികൾക്ക് അമ്മ നൽകിയ വാഗ്ദാനത്തിൻ്റെ അടയാളമായിരുന്നത്. ക്രിസ്തുവിലൂടെ സ്നേഹത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചിരുന്ന ആ സന്യാസികൾ അമ്മയെ തങ്ങളുടെ രാജ്ഞിയായി സ്വീകരിച്ചു. തെരയും അമ്മയുടെ കവചമാണ്. 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഉത്തരീയം അഥവാ സ്പാർക്കുലർ. ഇത് ധരിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ പ്രത്യേക സംരക്ഷണമുണ്ടെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിരുന്നു. ഉത്തരീയം അത് അമ്മയുടെ കരങ്ങളാണ്. നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അമ്മയുടെ സാന്നിധ്യമാണ്. പരിശുദ്ധ മാതാവിനെ പോലെ പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലും ജീവിക്കുവാൻ നമ്മെ ഉത്തരീയം ഓർമ്മിപ്പിക്കുന്നു. വിനീതരായി ജീവിക്കുവാനും നമ്മെ പ്രത്യേകമായിട്ട് അമ്മ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കർമ്മല മാതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രാർത്ഥനയും ധ്യാനവുമാണ്. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നൽകിയവളാണ് മറിയം. കർമ്മൽ മലയിലെ ഏലിയ പ്രവാചകനെ പോലെ തീക്ഷ്ണതയോടെ ജീവിക്കാനും മറിയത്തെ പോലെ ദൈവവചനം ധ്യാനിക്കാനും അമ്മ നമ്മെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെടാതെ അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്താം. ലോകമാകുന്ന കടലിൽ ജീവിതമാകുന്ന നൗക ഉലയുമ്പോൾ കടലിലെ താരം സ്റ്റെല്ല മറിയ ആയ മറിയെ നമുക്ക് വഴിവിളക്കാകട്ടെ. പരിശുദ്ധ കർമ്മല മാതാവ് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹവും സ്നേഹവും നമുക്കെന്നും കിട്ടട്ടെ. അതുപോലെ നമുക്ക് മാതാവിനോട് ഒപ്പം ചേരാം, സ്നേഹിച്ച് നിൽക്കാം, ഒന്നിച്ച് നിൽക്കാം. നന്ദി.